കോൺഗ്രസ്സുകാർ പേടിക്കുക. കാരണം അവരുടെ ചരിത്രമതാ. നെഹ്റു മന്ത്രിസഭയിൽ തുടങ്ങി PV നരസിംഹറാവുവിലൂടെ കടന്നു വന്ന് ഇന്ന് മൻമോഹൻ സിംഗിൽ നിൽക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം അഴിമതിയുടെ ചരിത്രമാണ്. അഴിമതിയുടെ ചരിത്രം മാത്രമേ അവർക്ക് അയവിറക്കാനുള്ളൂ. ഈ UPA ഗവൺമെന്റിന്റെ ഭരണകാലത്ത് മാത്രം 4 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. UPA ഗവൺമെന്റ് 2G സ്പെക്ട്രം 1,76,000 കോടി, എസ് ബാൻഡ് സ്പെക്ട്രം, കോമൺവെൽത്ത് അഴിമതി, IPL അഴിമതി, ആദർശ് ഫ്ലാറ്റ്, ഇങ്ങനെ നിരവധി അനവധി അഴിമതി കഥകൾ. എന്താണ് ആദർശ് ഫ്ലാറ്റ്? കോൺഗ്രസ്സുകാരൻ അറിയപ്പെടുന്നത് രാജ്യസ്നേഹത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാർ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ അറിയേണ്ടതുണ്ട് എന്താണ് ആദർശ് ഫ്ലാറ്റ്. കാർഗിലില് മാതൃരാജ്യത്തിന്റെ മണ്ണും മാനവും സംരക്ഷിക്കാൻ ജീവൻ നൽകിയ ധീരജവാന്മാരുടെ വിധവകൾക്കും കുട്ടികൾക്കും പ്രഖ്യാപിച്ച 6 നില കെട്ടിടമാണ് ആദർശ് ഫ്ലാറ്റ്. അത് 32 നില കെട്ടിടമാക്കി മാറ്റിയിട്ട് ഒരൊറ്റ മുറി പോലും ഒരു കാർഗിൽ വിധവക്കോ ഒരു കാർഗിൽ ജവാന്റെ കുട്ടിക്കോ കൊടുക്കാതെ മുഴുവൻ മറിച്ചു വിറ്റു കോൺഗ്രസ്സുകാര്. വിലാസ് റാവു ദേശ്മുഖും അശോക് ചവാനും. അതിൽ സൈന്യത്തിനും പങ്കുണ്ട്. ഇതാണ് കഥ. ഒറീസയിൽ ഖനനം 7000 കോടിയുടെ അഴിമതിയാ. എന്താണ് അവിടെ ഖനനം നടക്കുമ്പോൾ പ്രതിഷേധിക്കുന്ന ആ നാട്ടിലെ മണ്ണിന്റെ മക്കളെ, സാധാരണക്കാരായ മക്കളെ നക്സലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേട്ടയാടുക ഇന്ത്യൻ ഭരണകൂടം. എന്താ കാരണം? അവിടെ ഖനനം നടത്തുന്നത് വേദാന്ത എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനിയാ. അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി ചിദംബരം. അതിന്റെ ലീഗൽ അഡ്വൈസറാണ് കോൺഗ്രസിന്റെ MP അഭിഷേക് സിംഗ്വി. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് സാധാരണക്കാരെ ഭീകരവാദികളാക്കിയിട്ട് അവർ ഇല്ലാതാക്കിക്കൊണ്ട് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കോൺഗ്രസിന്റെ ചരിത്രം. ഇങ്ങനെ ഉണ്ടാക്കിയ പണമാണ് കോൺഗ്രസ്സുകാരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ കാൻഡിഡേറ്റിനും 1 കോടി രൂപ വീതം കൊടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയ പണം കൊണ്ടാണ് അവിശ്വാസ പ്രമേയ സമയത്ത് ചാക്കിൽ പണവുമായി MP മാരെ ചാക്കിലാക്കിയത് കോൺഗ്രസ്. ഇങ്ങനെ കോൺഗ്രസ് ചെയ്യുമ്പോൾ ആരാണ് പ്രതികരിക്കേണ്ടത്? ഭരണപക്ഷം ചെയ്യുമ്പോൾ പ്രതികരിക്കേണ്ടത് പ്രതിപക്ഷമാ. ആരാ പ്രതിപക്ഷം? ഇടതുപക്ഷം, BJP. ഇടതുപക്ഷം എന്നുള്ളത് ഒരു സമരത്തിന്റെ പ്രതീകമായിട്ടാണ് അറിയപ്പെടുന്നത്. എപ്പോഴും കൊള്ളരുതായ്മകൾക്കെതിരെ പോരാടുന്ന, പ്രതിഷേധ സ്വരമുയർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. പക്ഷെ ഇന്ന് സമരം നടത്താൻ പോയിട്ട് വായ തുറക്കാനുള്ള അവകാശം പോലും ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം? 374 കോടി രൂപയുടെ ലാവ്ലിൻ അഴിമതി നടന്നു. ആരാ പ്രതി? CPM-ന്റെ ഏറ്റവും കരുത്തനായ സംസ്ഥാന പ്രസിഡന്റ് പിണറായി വിജയൻ. AKGയുടെയും EMSന്റെയും പാർട്ടി ഇന്ന് സാന്റിയോഗോ മാർട്ടിന്റെ പാർട്ടിയായി മാറി. സേവി മനോ മാത്യുവിന്റെ പാർട്ടിയായി മാറി. മണിച്ചന്റെയും ഫാരിസ് അബൂബക്കറിന്റെയും പാർട്ടിയായി മാറി. അപ്പോൾ ഇടതുപക്ഷത്തിന് വായ തുറക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ബംഗാളിൽ നിന്ന് വാർത്തകളൊന്നുമില്ല എന്നാണ് ഞങ്ങൾ പറയാറ്. പക്ഷേ ബംഗാളിൽ നിന്ന് വാർത്തകൾ ഇനി പുറത്തു വരാനിരിക്കുകയുള്ളൂ. ഭരണം മാറിയിരിക്കുന്നു, എത്ര അഴിമതി നടന്നു, എത്ര കോർപ്പറേറ്റുകൾക്ക് ഭൂമി പതിച്ചു നൽകി എന്നുള്ള കഥകളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാൻ പോവുകയാണ്. ഇടതുപക്ഷത്തിന് ധാർമ്മികതയുടെ പക്ഷത്ത് നിലനിൽക്കേണ്ട, പൊതുവെ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകരും സാഹിത്യകാരന്മാരും ഇടതുപക്ഷത്തോടൊപ്പം നിലനിൽക്കുന്നത് അവർ ഒരു പ്രതിപക്ഷ സ്വരമായത് കൊണ്ടാണ്. നാട്ടിലെ കൊള്ളരുതായ്മക്കെതിരെ ശബ്ദമുയർത്തുന്നവരായതുകൊണ്ടാണ് സാംസ്കാരിക നായകരും സാഹിത്യകാരന്മാരും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നത്. ഇന്നവർക്കത് സാധിക്കാതെ വരുന്നു. അത് പിന്നെ ചുരുങ്ങിയ വാക്കുകളിൽ MN വിജയമാഷ് പറഞ്ഞു എന്താണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചത് എന്ന്. മുമ്പ് ഞങ്ങൾക്ക് സ്വപ്നങ്ങളുടെ കൊടികളായിരുന്നു, പിന്നീട് ഞങ്ങൾക്ക് കൊടികളുടെ സ്വപ്നങ്ങളായി, ഇപ്പോൾ ഞങ്ങൾക്ക് കോടികളുടെ സ്വപ്നങ്ങളാണ്. അതാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചത്. സ്വപ്നങ്ങളുടെ കൊടികളിൽ നിന്ന് മാറി കോടികളുടെ സ്വപ്നത്തിലേക്ക് ഇടതുപക്ഷം പോയി. പിന്നെ പ്രതികരിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ BJP-കാരനാണ്. കോൺഗ്രസ് 6 പതിറ്റാണ്ട് കൊണ്ട് കട്ടത് 6 വർഷം കൊണ്ട് ഞങ്ങൾ ഓവർടേക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് BJP-കാരൻ ഇവിടെ കക്കാൻ തുടങ്ങിയത്. ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാതെ കാർഗിലും സിയാച്ചിനിലും മരം കോച്ചുന്ന തണുപ്പിൽ രാജ്യത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വരിച്ച ധീരജവാന്മാരുടെ ശവക്കച്ചയിലും ശവപ്പെട്ടിയിലും കുംഭകോണം നടത്തി BJP-കാരൻ. ഇത് ലോകത്തെവിടെയും കേട്ടുകേൾവിയില്ല. അരുൺ ഷൂരിയുടെ നേതൃത്വത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ട് നടത്തി മറുഭാഗത്ത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കർണാടക അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ സ്ക്വയർ ഫീറ്റിന് പൊന്നും വിലയുള്ള സ്ഥലങ്ങൾ സ്വന്തം കുടുംബക്കാരുടെ വേണ്ടി പതിച്ചു കൊടുക്കുകയാണ് യെദ്യൂരപ്പ. ഗുജറാത്തിൽ ബഹുരാഷ്ട്ര കുത്തകൾക്ക് ഭൂമി വിറ്റു തുലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാ BJP. എന്തിനേറെ പറയുന്നു, അവരുടെ ദേശീയ ഓഫീസിൽ നിന്ന് കുറച്ചു കാലം മുമ്പ് പണം കളവ് പോയി, ലക്ഷക്കണക്കിന് രൂപ. കേസ് കൊടുത്തു BJP-കാരൻ? കേസ് കൊടുത്തില്ല. കാരണം എന്താ? ഒന്ന് കള്ളൻ കപ്പലിൽ തന്നെ, മറ്റൊന്ന്
ഇത് കള്ളപ്പണമാ. BJP-യുടെ ദേശീയ ഓഫീസിൽ സൂക്ഷിച്ചത് കള്ളപ്പണമാ. അതിന് കേസ് കൊടുക്കാൻ BJP-ക്കാർക്ക് സാധിച്ചില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ BJP-ക്കാരൻ്റെ അവസ്ഥ. ആരുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 57% സ്ഥാനാർത്ഥികളും കോടീശ്വരന്മാരാ. എങ്ങനെയാണ് ഇവർ കോടീശ്വരന്മാരായത്? നിഷ്പക്ഷമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. ഓരോരുത്തരും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ആസ്തി എത്ര, ഇന്നവരുണ്ടാക്കിയ ആസ്തി എത്ര. അവിഹിതമായ മാർഗത്തിലൂടെ ഈ രീതിയിൽ അവർ പണമുണ്ടാക്കുന്നു. നാട്ടിൽ പ്രതിഷേധ സ്വരങ്ങൾ ഉയരേണ്ടതിന് പകരം ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉയരുന്നത്. 2G സ്പെക്ട്രം എന്ന് CPM-കാരൻ പറയുമ്പോൾ കോൺഗ്രസ്സുകാരൻ തിരിച്ച് ലാവ്ലിൻ എന്ന് പറയുക. കോമൺവെൽത്ത് ഗെയിംസ് എന്ന് BJP-കാരൻ പറയുമ്പോൾ യെദ്യൂരപ്പ എന്ന് കോൺഗ്രസ്സുകാരൻ തിരിച്ചു പറയുക. ഇതാണ് നാട്ടിൽ നടക്കുന്നത്. യഥാർത്ഥ രീതിയിലുള്ള വിപ്ലവങ്ങളല്ല നടക്കുന്നത്, ഉപരിപ്ലവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അബ്ദുൾ റബ്ബിന്റെയും അടൂർ പ്രകാശിന്റെയും അവിഹിതമായ സീറ്റ് സമ്പാദനത്തെക്കുറിച്ച് പറയുമ്പോൾ അച്ഛനാവാനും വല്യച്ഛനാവാനുമുള്ള പ്രായം തികഞ്ഞിട്ടും DYFI എന്ന യുവജന സംഘടന നിൽക്കുന്ന രമേശന്റെ കാര്യമാണ് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുമ്പോൾ P ശശി എന്നാണ് പറയുന്നത്. മറിച്ച് കൃത്യമായ മറുപടി കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് തയ്യാറാകുന്നില്ല. എല്ലാവരും അഴിമതിയുടെ ആൾക്കാരായി, എല്ലാവരും അവിഹിതമായ സ്വത്ത് സമ്പാദനത്തിൻ്റെ ആൾക്കാരായി മാറിയിരിക്കുന്നു. ഇത്തരം അഴിമതിക്കാരെ തടഞ്ഞു നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയും, നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ മറ്റൊരു മുഖം, പട്ടിണിയുടെ പോഷകാഹാരക്കുറവിൻ്റെ അർഹമായ വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു വിഭാഗമായിട്ട് അടുത്ത തലമുറയും മാറും. അവർ കടക്കാരായി, ദേശീയ കടത്തിൻ്റെ ഓഹരിക്കാരായി, കടക്കാരായി അവർ പിറന്നു വീഴും. അതുകൊണ്ട് ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ആരാണ് ഇതിന് പരിഹാരം കണ്ടെത്തുക? എങ്ങനെയാണിത് പരിഹരിക്കുക? നിയമം മൂലം ഇത്തരം സംഗതികൾ പൂർണ്ണമായി നിരോധിക്കാൻ, തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. പക്ഷെ എങ്കിൽ കൂടി ഒരു പരിധിവരെ ഇതിന് കടിഞ്ഞാണിടാൻ പ്രാപ്തമായ ഒരു ലോക്പാൽ ബില്ല്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ സ്വതന്ത്ര അധികാരപരിധിയുള്ള, സർക്കാരിൻ്റെ അനുമതിയില്ലാതെ അഴിമതിക്കാരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും അധികാരമുള്ള ഒരു ലോക്പാൽ ബില്ലിന് 42 വർഷങ്ങൾക്ക് മുമ്പ് 1969 കരട് രൂപം സമർപ്പിക്കുകയും അത് ഇന്ന് വരെ പാർലമെന്റിൽ പാസ്സാക്കാതെ നമ്മുടെ ഗവൺമെന്റ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ പുതിയ ജന ലോക്പാൽ ബില്ല് പാസ്സാക്കാനുള്ള ശക്തമായ സമരങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. രാഷ്ട്രീയക്കാരെ പോലെ കപടമായ മുദ്രാവാക്യ വാഗ്ദോരണികളോ വായ്ത്താരികളോ അല്ല, ആത്മാർത്ഥമായ പ്രക്ഷോഭങ്ങൾ, രൂക്ഷമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിട്ട് ഈ നിയമം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ഒരു ചെറിയ ഉദാഹരണമാണ് പോരായ്മകളുണ്ടെങ്കിലും അന്നാ ഹസാരെയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. അന്നാ ഹസാരെയുടെയും ബാബാ രാംദേവിൻ്റെയും പോരായ്മകൾ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അവർ ഇന്ത്യയിൽ തുടങ്ങിയിട്ട, ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ അഴിമതിക്കെതിരെ ഒരു വികാരമുണ്ടാക്കാൻ അവർ നടത്തിയ ശ്രമം, ഇന്ത്യയിലെ ജനങ്ങളുടെ പൊതുമണ്ഡലത്തിൽ അഴിമതി ചർച്ച ചെയ്യപ്പെടാനുണ്ടാക്കിയ ഒരു വികാരം നമ്മൾ പ്രശംസനീയം തന്നെയാണ്. പക്ഷേ ഇതുകൊണ്ട് തന്നെയാണ് സ്വാമി അഗ്നിവേശനെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ ആദ്യം അന്നാ ഹസാരെയെ അനുകൂലിച്ച് രംഗത്ത് വന്നത്. പക്ഷേ അതിൽ അപകടകരമായ 2-3 സംഗതികൾ നമ്മൾ കാണേണ്ടതും വിലയിരുത്തേണ്ടതുമുണ്ട്. വളരെ അപകടകരമായ സംഗതികൾ. അതിലൊന്നാമത്തേത്, ഗോമൂത്രവും രാമക്ഷേത്രവും അടങ്ങുന്ന വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന അജണ്ടകൾ പരാജയപ്പെട്ട് ISIയുടെ പണം വാങ്ങിപ്പോലും ഇന്ത്യ രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്തിയ ഭീകരവാദികൾ തങ്ങളാണെന്ന സത്യം ലോകം തിരിച്ചറിഞ്ഞപ്പോൾ ഒരു മുഖംമൂടി ആവശ്യമായി വന്ന സംഘപരിവാര ഫാഷിസം, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ഫാഷിസത്തെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്ക് ഒരു ട്വിസ്റ്റ് ആവശ്യമായി വന്ന സംഘപരിവാര ഫാഷിസം, അവർ അന്നാ ഹസാരെമാരെ ഉപയോഗിച്ചു. ഹസാരെ അറിഞ്ഞോ അറിയാതെയോ സംഘപരിവാരത്തിന്റെ കെണിയിലകപ്പെട്ടു. അത് അദ്ദേഹം സംഘപരിവാരത്തിന്റെ ചട്ടുകമായി മാറി, അദ്ദേഹം സംഘപരിവാരത്തിന്റെ കളിപ്പാവിയായി മാറി എന്നുള്ളത് അദ്ദേഹം തുടർന്നങ്ങോട്ട് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു മോഡിയെ സ്തുതിച്ചതിലൂടെ, മഹാരാഷ്ട്രയിൽ പ്രാദേശികവാദം ഉയർത്തിയ രാജ് താക്കറെ പുകഴ്ത്തിയതിലൂടെ, അദ്ദേഹത്തിന്റെ വേദിയിൽ RSS ശാഖയിൽ മാത്രം കാണാറുള്ള ഭാരതാംബയുടെ ചിത്രം, അദ്ദേഹത്തിന്റെ കൂടെ വിജയിപ്പിക്കാൻ നടക്കുന്നത് സംഘപരിവാരം. ഇന്നലെ ഒരു ദിവസം മുമ്പ് അന്നാ ഹസാരെ പറഞ്ഞു, ഞാൻ നടത്താൻ പോകുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് RSSുമായി ഞാൻ ചർച്ച നടത്തും. അപ്പം RSSന്റെ കയ്യിലെ ഒരു ചട്ടുകമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അന്നാ ഹസാരെ. ഇതേ അന്നാ ഹസാരെ
കർണാടകയിൽ നടക്കുന്ന അഴിമതിയിൽ മുങ്ങിയ സർക്കാരിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഗുജറാത്തിൽ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് ഭൂമി പതിച്ചു നൽകുന്ന ഗുജറാത്ത് സർക്കാരിനെ കുറിച്ച് അന്ന ഹസാരെ പറയുന്നില്ല. അത് വളരെ അപകടകരമായ ഒരു സംഗതിയാണ്. മറ്റൊന്ന്, അന്ന ഹസാരയുടെ സമരത്തിൽ അണിനിരുന്നത് രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത, ജനാധിപത്യ സംവിധാനത്തോട് പുച്ഛമുള്ള ഒരു മധ്യവർഗം. അവർക്ക് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തോടൊന്നും ഒരു താല്പര്യമില്ല. ഈ സംവിധാനങ്ങളോട് ഒരു പുച്ഛമുള്ള ഒരു മധ്യവർഗമാണ്. ക്രിക്കറ്റ് കണ്ടും കളിച്ചും ഗോൾഫ് കളിച്ചൊക്കെ നടന്നിരിക്കുന്ന ഒരു വിഭാഗമാണ് ഹസാരയോടൊപ്പം അണിനിരുന്നത്. കയ്യിൽ മേരാ നേതാ ചോർ ഹേ, ഞങ്ങളുടെ നേതാക്കളൊക്കെ കള്ളന്മാരാണ് എന്ന് പച്ച കുത്തിക്കൊണ്ടുവന്ന ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അരാഷ്ട്രീയതയിലേക്കാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി പരിഹരിക്കേണ്ടതിന് പകരം ജനങ്ങളെ അരാഷ്ട്രീയതയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ അരാഷ്ട്രീയതയുടെ ഗുണം അനുഭവിക്കുന്നത് സ്വാഭാവികമായും കോർപ്പറേറ്റുകളായിരിക്കും. ഒന്നാമത്തേത്, പ്രതികരണശേഷി ഒരു നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുതലെടുക്കുന്നത് കോർപ്പറേറ്റുകൾ. മറ്റൊന്ന് വർഗീയ ശക്തികൾ, സംഘപരിവാരം തന്നെ. BJP എന്നൊരു രാഷ്ട്രീയ മുഖമുണ്ടെങ്കിൽ കൂടി അവർക്ക് ആവശ്യമായി വരുന്നത് ഈ ഒരു സംവിധാനത്തെയാണ്. ഹസാരെയും രാംദേവും അവരുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചുരുക്കം ചില അനുയായികളും കൂടി ഈ രാജ്യത്തിന്റെ ഭരണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. അവരല്ല തീരുമാനിക്കേണ്ടത്. ഹസാരെയും രാംദേവും ചുരുക്കം ചില ആളുകളും കൂടി രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിക്കൂടാ. അത് ഇതിലുള്ള അപകടമാണ്. മറ്റൊന്ന്, ഇതൊരു ഏകമാന സ്വഭാവമുള്ള ഒന്ന്, രാഷ്ട്രീയക്കാർക്ക് എതിരെ മാത്രം ശബ്ദമുയർത്തുന്ന ഒരു സമരമായി മാറി. കോർപ്പറേറ്റുകൾക്കെതിരെ അഴിമതി എവിടെയുണ്ടോ അവിടെ അതിൻ്റെ പിന്നിൽ കോർപ്പറേറ്റ് ശക്തികളുണ്ട്. പക്ഷെ അവർക്കെതിരെ ശബ്ദമുയർത്താതെ പലപ്പോഴും കോർപ്പറേറ്റുകൾ സ്പോൺസർ ചെയ്യുന്ന രീതിയിൽ കോർപ്പറേറ്റുകൾ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള സമരമായിട്ട് ഹസാരമാരുടെ സമരം മാറി. ഈ രാജ്യത്തെ പാർലമെന്ററി സംവിധാനം തകർത്തുകൊണ്ട് പ്രസിഡൻഷ്യൽ സംവിധാനം കൊണ്ടുവരിക എന്നുള്ളത് സംഘപരിവാരത്തിന്റെ എങ്ങുമുള്ള താല്പര്യമായിരുന്നു. രാജ്യത്തെ ഭരണഘടനയെയോ ദേശീയ പതാകയോ ബഹുമാനിക്കാത്ത സംഘപരിവാരം അവർക്ക് ഇവിടെയുള്ള ഈ വ്യവസ്ഥിതിയെ തകർത്തുകൊണ്ട് പ്രസിഡൻഷ്യൽ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള താല്പര്യമുള്ളവരാണ്. അതിലേക്കാണ് അന്ന ഹസാരമാരുടെ, ബാബ രാംദേവുമാരുടെ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അഴിമതി വിരുദ്ധ സമരങ്ങളെ ഹൈജാക്ക് ചെയ്യുക എന്നുള്ളത് എന്നും സംഘപരിവാരത്തിന്റെ സ്വഭാവമായിരുന്നു. 70കളിൽ നടന്ന മുന്നേറ്റം, ജയപ്രകാശ് നാരായണന്റെ JP മൂവ്മെന്റിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് നാനാജി ദേശ്മുഖിനെ അതിന്റെ തലപ്പത്ത് അവരോധിച്ചുകൊണ്ട് ആ സമയത്ത് സംഘപരിവാരം ആ സമരം ഹൈജാക്ക് ചെയ്തു. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് എല്ലാ സമരങ്ങളെയും സംഘപരിവാരം ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ ചേർന്ന നേതൃയോഗത്തിൽ ഗോവിന്ദാചാര്യയും മുൻ IB ഡയറക്ടർ അജിത് ഡോവലും കൂടി ഇത്തരം സമരങ്ങൾ ഹൈജാക്ക് ചെയ്യാനുള്ള വളരെ പ്ലാനിങ്ങുകൾ നടത്തുകയുണ്ടായി. ആ രീതിയിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സമരങ്ങളെ അവർ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സംഘപരിവാരം സ്പോൺസേഡ് അഴിമതി വിരുദ്ധ സമരങ്ങളാണ്. സംഘപരിവാരമാണ് സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന ഹസാരമാരുടെ സമരം, ബാബ രാംദേവിന്റെ സമരം. എന്താണ് ബാബ രാംദേവിന്റെ സമരം? ഒരു വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ അദ്ദേഹത്തിന്റെ സമരം. കള്ളപ്പണക്കാരൻ അദ്ദേഹം. കള്ളപ്പണത്തിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആസ്തി അത്രയും വലിയ. അദ്ദേഹത്തിന്റെ കൂടെ സ്വാതി ഋതംബരയെ പോലുള്ള സംഘപരിവാര സന്യാസിനികളൊക്കെ കൂടെ നിന്നുകൊണ്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തെ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മീഡിയ, വടക്കൻ മീഡിയ, ഫാസിസത്തിന്റെ കാവൽപ്പട്ടികളായ വടക്കൻ മീഡിയ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് വിജയിപ്പിക്കുകയാണ്. ഹൈടെക് സമരങ്ങളെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2000 നവംബർ 2 മുതൽ മണിപ്പൂരിൽ ഈറോൻ ശർമിള എന്ന ഉരുക്കു വനിത അവിടെയുള്ള കിരാതമായ പട്ടാള നിയമം എടുത്തു കളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബസ് കാത്തു നിന്നിരുന്ന 10 സ്ത്രീകളെ വെടിവെച്ചു കൊന്ന ആ ദിവസം തൊട്ട് നടത്തുന്ന നിരാഹാര സമരം, ഐതിഹാസികമായ ഒരു പതിറ്റാണ്ട് പിന്നിട്ട നിരാഹാര സമരത്തിന് അർഹമായ കവറേജ് നൽകാത്ത, ആ സമരം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ ബാബ രാംദേവിനെ പോലുള്ള കപടയോഗികളും അന്ന ഹസാരെ പോലുള്ള തൻ്റെ ഗ്രാമത്തിൽ ലൈംഗികവും ജാതിപരവുമായ ഉച്ചനീചത്വങ്ങൾ പുലർത്തുന്ന അന്ന ഹസാരെ പോലുള്ള ഹൈടെക് സമരങ്ങൾ, സംഘപരിവാര സ്പോൺസേഡ് സമരങ്ങൾ ദൈനംദിന പ്രതിദിന പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് ലൈവായി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പേഡ് ന്യൂസിന്റെ ഭാഗമായി മാത്രം നമ്മൾ കണ്ടാൽ പോരാ. ഇത് കോർപ്പറേറ്റ് താല്പര്യങ്ങളും സംഘപരിവാര താല്പര്യങ്ങളും നമ്മുടെ നാട്ടിലുള്ള മുഖ്യധാരാ മീഡിയ സംരക്ഷിക്കുന്നു, അവർക്ക് ഓശാന പാടുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഹീനമായ മാർഗം ഉപയോഗിച്ചുകൊണ്ടും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് തനിക്കും തൻ്റെ പാർട്ടിക്കും കൂടി വേണ്ടി ഭരിക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിലും ആ രീതിയിൽ
മത്സരിച്ച് ജയിക്കുക, തനിക്കും തൻ്റെ പാർട്ടിക്കും വേണ്ടി മാത്രം ഭരിക്കുക എന്നുള്ള കാഴ്ചപ്പാടുകൾ രാഷ്ട്രീയക്കാർക്കും ജനങ്ങൾക്കും മാറ്റിക്കൊടുക്കേണ്ടതുണ്ട്. അതിന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ധാർമ്മികമായ ഒരു രാഷ്ട്രീയ നവോത്ഥാനം, ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് ഉണ്ടാവേണ്ടത്. ഒരു ബദൽ രാഷ്ട്രീയം, ഒരു ബദൽ ഇവിടെ സാധ്യവുമാണ്. ഇത്തരം അഴിമതിക്കാരെ തടഞ്ഞു നിർത്താൻ മുമ്പ് ഇന്ത്യ രാജ്യത്ത് നിന്ന് വെള്ളക്കാരെ ഇവിടുന്ന് തുരത്തി ഓടിച്ചതുപോലെ ഈ കൊള്ളക്കാരെയും തടുത്തു നിർത്താൻ നമ്മുടെ നാട്ടിലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളും എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഇത്തരം അഴിമതിയെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം അഴിമതിക്കാരെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് സർവശക്തൻ തുണക്കുമാറാകട്ടെ. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.